എല്ലാ കൂട്ടുകാർക്കും PSC പ്ലസിലേക്ക് സ്വാഗതം. SCRTയിലെ 8ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ ലോഹങ്ങൾ, കെമിസ്ട്രിയായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ലോഹങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ആദ്യം നോക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ, രാസമാറ്റങ്ങൾ എന്ന് പറയുന്ന ആ ചാപ്റ്റർ പഠിക്കാത്തവരുണ്ടെങ്കിൽ അത് പഠിക്കുക കേട്ടോ. നമ്മൾ ബേസ് മുതൽ തന്നെ പഠിച്ചു വരുവാണെങ്കിൽ ഡൗട്ട് ഉണ്ടാവില്ല. അപ്പോൾ ലോഹങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലേക്ക് നമുക്ക് പോവാം. നോക്കി, ആദ്യമേ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ടല്ലേ, പല ലോഹങ്ങളുടെയൊക്കെ പിക്ചേഴ്സൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഓരോ ലോഹത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആദ്യം നമുക്ക് നോക്കാനുള്ള നോക്കി, ലോഹങ്ങളുടെ പൊതുവായ സവിശേഷതകൾ എന്തൊക്കെയാണ്, ലോഹങ്ങളുടെ പൊതുവായ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ ഒരു ബോക്സിൽ നമ്മൾ നോക്കുന്നത്. പിന്നെ ഇവിടെ നോക്കി എന്തൊക്കെയാണ്, ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കും. ഈ സവിശേഷത മാലിയബിലിറ്റി എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കുന്ന അതിനെ നമ്മൾ എന്ത് പറയുന്നു, മാലിയബിലിറ്റി എന്നാണ് പറയുന്നത്. ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കുന്ന ആ സവിശേഷതയെ നമ്മൾ എന്ത് പറയുന്നു, മാലിയബിലിറ്റി എന്നാണ് പറയുന്നത്. ഈ സവിശേഷത ഏറ്റവും നന്നായി പ്രദർശിപ്പിക്കുന്ന ലോഹം ഏതാണ്, സ്വർണ്ണമാണ്. അപ്പം മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്, സ്വർണ്ണമാണ് എന്നുള്ളത് ഓർക്കുക. മാലിയബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കുന്ന ആ സവിശേഷതയാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം സ്വർണ്ണമാണ്. ഇവിടെ നോക്കിയ ഒരു ബോക്സിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്, 1 ഗ്രാം സ്വർണത്തെ 6.7 ചതുരശ്ര അടി പരപ്പളവിൽ അടിച്ചു പരത്തുവാനും 2 കിലോമീറ്ററിലധികം നീളത്തിൽ വലിച്ചു നീട്ടുവാനും സാധിക്കും. കണ്ടോ, 2 കിലോമീറ്ററിലധികം നീളത്തിൽ അത് വലിച്ചു നീട്ടാൻ സാധിക്കും. പിന്നെ 6.7 ചതുരശ്ര അടി പരപ്പളവിൽ അടിച്ചു പരത്താനും സാധിക്കും. ഇവിടെ പിന്നെ നോക്കിയേ, ഇതെന്താണ്, അലൂമിനിയം ഫോയിൽ പേപ്പർ അല്ലേ, നമ്മൾ ഈ ചിക്കനൊക്കെ വാങ്ങുമ്പോൾ പൊതിയാൻ വേണ്ടിയിട്ട് എടുക്കുന്ന അതിൻ്റെ ഒരു ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലോഹത്തിൻ്റെ ഒന്നാമത്തെ സവിശേഷതയായിട്ട് നമുക്ക് ഏത് പറയാം, മാലിയബിലിറ്റി പറയാം. മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്, സ്വർണ്ണമാണ്. സ്വർണത്തിൻ്റെ മാല എന്ന് ഓർത്താൽ മതി അല്ലേ, സ്വർണത്തിൻ്റെ മാല. അപ്പോൾ മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്, സ്വർണ്ണമാണ്. അടുത്ത പ്രത്യേകത എന്താണ്, ലോഹങ്ങളുടെ അടുത്ത സവിശേഷതയാണ് ഡക്റ്റിലിറ്റി. ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ സാധിക്കുന്ന ആ സവിശേഷതയെ നമ്മൾ എന്ത് പറയുന്നു, ഡക്റ്റിലിറ്റി എന്നാണ് പറയുന്നത്. വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കാൻ അങ്ങനെ മാറ്റാൻ സാധിക്കുന്ന ആ സവിശേഷതയെ നമ്മൾ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നു. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം പ്ലാറ്റിനമാണ്. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്, പ്ലാറ്റിനം. ഇനി ഇവിടെ നോക്കിയ ഒരു ഫിലമെന്റ് ബൾബ് കാണിച്ചിട്ടുണ്ട് അല്ലേ, എന്താ ഇവിടെ പറയുന്നത് നോക്കാം. ടങ്സ്റ്റൺ എന്ന ലോഹത്തിൻ്റെ നേർത്ത കമ്പികൾ കൊണ്ടാണ് വൈദ്യുത ബൾബിൻ്റെ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ വൈദ്യുത ബൾബിൻ്റെ ഫിലമെന്റായി ഉപയോഗിച്ചിരിക്കുന്ന ലോഹം ഏതാണ്, ടങ്സ്റ്റൺ ആണ്. വൈദ്യുത ബൾബിൻ്റെ ഫിലമെന്റായി ഉപയോഗിച്ചിരിക്കുന്ന ലോഹം ടങ്സ്റ്റൺ ആണ്. വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കാൻ കഴിയുന്ന ടങ്സ്റ്റൻ്റെ കഴിവാണ് ഫിലമെൻ്റായി ഇത് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു കാരണം. അപ്പോൾ ടങ്സ്റ്റനും എന്തുള്ള കഴിവുണ്ട്, ഈ ഡക്റ്റിലിറ്റി എന്ന് പറയുന്ന കഴിവുണ്ട്. അതായത് വലിച്ചു നീട്ടി കമ്പികളാക്കി മാറ്റാൻ കഴിയുന്ന ആ സവിശേഷതയാണ് നമ്മൾ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ലോഹങ്ങളിൽ ഡക്റ്റിലിറ്റി ഏറ്റവും നന്നായി പ്രദർശിപ്പിക്കുന്നത് ഏതാണ്, പ്ലാറ്റിനമാണ്. കോപ്പർ, സ്വർണം മുതലായ ലോഹങ്ങൾ നേർത്ത കമ്പികളാക്കി ഉപയോഗിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവയുടെ ഉയർന്ന ഡക്റ്റിലിറ്റിയാണ് ഇതിന് കാരണം. അപ്പം മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ സ്വർണവും, ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണെന്ന് ചോദിച്ചതാണ് പ്ലാറ്റിനവുമാണ്. പിന്നെ സ്വർണത്തിനും കോപ്പറിനൊക്കെ പറ്റും, എന്നാലും ഏറ്റവും കൂടുതലുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, പ്ലാറ്റിനമാണ്. അടുത്ത സവിശേഷത നോക്കാം. ലോഹങ്ങളുടെ മറ്റൊരു സവിശേഷതയാണ് ഇത് കാഠിന്യം അഥവാ ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ലോഹങ്ങളുടെ മറ്റൊരു സവിശേഷതയാണ് കാഠിന്യം അഥവാ ഹാർഡ്നെസ്. എന്നാൽ അപൂർവം ചില ലോഹങ്ങൾ കാഠിന്യം കുറഞ്ഞവയുമാണ്. ചില ലോഹങ്ങൾക്ക് കാഠിന്യം കുറഞ്ഞവയുമാണ്. ഏതൊക്കെയാണ് കാഠിന്യം കുറഞ്ഞ ലോഹങ്ങൾ, ഗാലിയം, സീസിയം. ഏതൊക്കെയാണ്, ഗാലിയം, സീസിയം എന്നിവ കാഠിന്യം കുറഞ്ഞ ലോഹങ്ങളാണ്. ഗാലിയം, സീസിയം എന്നിവ കാഠിന്യം കുറഞ്ഞ ലോഹങ്ങളാണ്. പിന്നെയോ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ മൃദുലോഹങ്ങളാണ്. അപ്പം മൃദുലോഹങ്ങൾക്ക് ഉദാഹരണമാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ലിഥിയം, സോഡിയം,
പൊട്ടാസ്യം അല്ലേ. അതെന്താണ്? അത് മൃദുലോഹങ്ങൾക്ക് ഉദാഹരണമാണ്. അവയെ കത്തി ഉപയോഗിച്ച് നിഷ്പ്രയാസം മുറിക്കാനും സാധിക്കും. LSP, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഓർത്തു വയ്ക്കുക കേട്ടോ. അടുത്തത് ഇനി എന്താണ് അടുത്ത ലോഹങ്ങളുടെ സവിശേഷത നോക്കി. ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതിയതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാർന്നതായിരിക്കും. ഈ സവിശേഷതയെ ലോഹദ്യുതി എന്ന് വിളിക്കുന്നു. ഇപ്പം നമ്മൾ ഒരു ലോഹത്തിൻ്റെ ഒരു കഷ്ണം എടുത്തു, കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മുറിക്കും. ആ മുറിക്കുമ്പോൾ കിട്ടുന്ന ആ പുതിയതായിട്ട് രൂപം കൊള്ളുന്ന ആ പ്രതലം എങ്ങനെയുള്ളതായിരിക്കും എന്നാ പറയുന്നത്? തിളക്കമാർന്നതായിരിക്കും. അതിനെയാണ് നമ്മൾ ലോഹദ്യുതി അല്ലെങ്കിൽ മെറ്റാലിക് ലസ്റ്റർ എന്ന് പറയുന്നത്, ലോഹദ്യുതി എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ലോഹത്തിൻ്റെ ഓരോരോ സവിശേഷതയാണ് പറഞ്ഞുകൊണ്ട് പോകുന്നത് കേട്ടോ. ഇനി എന്താണ് തെർമൽ കണ്ടക്ടിവിറ്റി അഥവാ താപചാലകത എന്ന് പറയുന്നത്? എന്താണ് തെർമൽ കണ്ടക്ടർ? ലോഹങ്ങൾ എന്താണ്? താപചാലകങ്ങളാണ്. ലോഹങ്ങൾ എന്ന് പറയുന്നത് താപം ഉൾക്കൊള്ളുന്നവയാണ് അല്ലേ, താപചാലകങ്ങളാണ്. നമ്മൾ ലോഹത്തിലല്ലേ അലൂമിനിയം, സ്റ്റീല്, ഇരുമ്പ്, അതിലല്ലേ പാചകം ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ്? അത് താപചാലകങ്ങളായതുകൊണ്ടാണ്. ലോഹങ്ങളിൽ ഏറ്റവും മികച്ച താപചാലകം വെള്ളിയാണ്. താരതമ്യേന താപചാലകത കൂടിയവയാണ് അലൂമിനിയം, കോപ്പർ തുടങ്ങിയവ. എല്ലാ ലോഹങ്ങളും വൈദ്യുത ചാലകങ്ങളുമാണ്. അപ്പോൾ താപചാലകങ്ങളുമാണ്. പിന്നെയോ വൈദ്യുത ചാലകം അഥവാ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് അല്ലേ, ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ആണ്. ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള ആ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വൈദ്യുത ചാലകത. അപ്പം എല്ലാ ലോഹങ്ങൾക്കും എന്തുണ്ട്? വൈദ്യുത ചാലകങ്ങളാണ്. ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടുവാനുള്ള കഴിവിനെയാണ് വൈദ്യുത ചാലകത. ലോഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ച വൈദ്യുത ചാലകം ഏതാണ്? വെള്ളിയാണ്. അപ്പോൾ വെള്ളിയിൽ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ഏറ്റവും മികച്ച താപചാലകം വെള്ളിയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച വൈദ്യുത ചാലകവും ഏതാണ്? വെള്ളിയാണ്. ചാലകതയുടെ കാര്യത്തിൽ അതിൻ്റെ തൊട്ടു പിറകിൽ നിൽക്കുന്നവയാണ് കോപ്പറും അലൂമിനിയവും. എന്നിട്ടും നമ്മുടെ വീട്ടിലെ വൈദ്യുതി കമ്പികൾ നിർമ്മിച്ചിരിക്കുന്നത് കോപ്പർ കൊണ്ടാണല്ലോ. അതുപോലെ വീടിന് പുറത്ത് വൈദ്യുതി തൂണുകളിൽ കാണുന്ന വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്നത് അലൂമിനിയം കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? സിൽവർ കൊണ്ട് നമുക്ക് നിർമ്മിക്കാൻ പറ്റിയതല്ല. ഒന്നാമത്തെ അവൈലബിലിറ്റിയുടെ പ്രശ്നമുണ്ട്, പിന്നെ എക്സ്പെൻസിൻ്റെ പ്രശ്നമുള്ള അല്ലേ, കോസ്റ്റിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ അലൂമിനിയം യൂസ് ചെയ്യുന്നത്. അടുത്ത പ്രോപ്പർട്ടിയാണ് സൊണോറിറ്റി. എന്താണ് സൊണോറിറ്റി എന്ന് പറയുന്നത്? നമ്മൾ മണിയൊക്കെ അല്ലേ, മണിയൊക്കെ എന്താണ്? ഒരു ലോഹം കൊണ്ട് ഉപയോഗിച്ചിട്ട് അതിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കട്ടിയുള്ള വസ്തു കൊണ്ട് ലോഹത്തിൻ്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കുവാനുള്ള ലോഹങ്ങളുടെ അതിനെയാണ് നമ്മൾ സൊണോറിറ്റി എന്ന് പറയുന്നത്. ശബ്ദം പുറപ്പെടുവിക്കുവാനുള്ള ലോഹങ്ങളുടെ കഴിവാണ് സൊണോറിറ്റി എന്നറിയപ്പെടുന്നത്. ലോഹങ്ങൾ പൊതുവെ ഉയർന്ന താപനിലയിൽ ഉരുകുന്നവയും ഉയർന്ന സാന്ദ്രത ഉള്ളവയുമാണ്. ഇതിങ്ങനെ തന്നെ പഠിക്കണേ, കാരണം സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ക്വസ്റ്റ്യൻ വരും. എന്താ പറയുന്നത്? ലോഹങ്ങൾ പൊതുവെ ഉയർന്ന താപനിലയിൽ ഉരുകുന്നവയും ഉയർന്ന സാന്ദ്രത ഉള്ളവയുമാണ്. ഗാലിയം, സീസിയം, മെർക്കുറി എന്നീ ലോഹങ്ങൾ താഴ്ന്ന താപനിലയിൽ ഉരുകുന്നവയാണ്. അപ്പോൾ താഴ്ന്ന താപനിലയിൽ ഉരുകുന്നത് ഏതൊക്കെയാണ്? ഗാലിയം, സീസിയം, മെർക്കുറി. ഗാലിയം, സീസിയം, മെർക്കുറി. സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളിൽ പെടുന്നവയാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. സാന്ദ്രത കുറഞ്ഞതാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. നമ്മൾ ആദ്യമേ പറഞ്ഞല്ലേ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം മൃദുലോഹങ്ങൾ, അതായത് സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നുള്ളത്. അപ്പോൾ സൊണോറിറ്റി എന്ന് വെച്ചാൽ എന്തായിരുന്നു? ശബ്ദം പുറപ്പെടുവിക്കുവാനുള്ള ലോഹങ്ങളുടെ കഴിവിനെയാണ് സൊണോറിറ്റി എന്ന് പറയുന്നത്. താഴ്ന്ന താപനിലയിൽ ഉരുകുന്ന ലോഹങ്ങൾ ഗാലിയം, സീസിയം, മെർക്കുറി. താഴ്ന്ന താപനിലയിൽ ഗാലിയം, സീസിയം, മെർക്കുറി. ഗാലിയം, സീസിയം, മെർക്കുറി. സാന്ദ്രത കുറഞ്ഞത് അല്ലെങ്കിൽ മൃദുലോഹങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്രാഫ് കൊടുത്തിരിക്കുന്നുണ്ടാവും. ദ്രവണാങ്കം, തിളനില, സാന്ദ്രത, ഓരോന്നിൻ്റെയും ഇരുമ്പ്, വെള്ളി, സ്വർണം എല്ലാത്തിൻ്റെയും കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ദ്രവണാങ്കവും തിളനിലയും എന്ന് നോക്കാം. ഖരപദാർത്ഥങ്ങളെ ചൂടാക്കി ദ്രാവകങ്ങളാക്കി മാറ്റാമല്ലോ. ഐസ് ഉരുക്കി ജലമാകുന്നത്, ഈ ജലം വീണ്ടും ചൂടാക്കിയാൽ അത് നീരാവിയായി മാറുന്നത് നമുക്കറിയാം. എല്ലാ ഖരവസ്തുവിനെയും ഈ രീതിയിൽ അവസ്ഥാ പരിവർത്തനത്തിന് വിധേയമാക്കാം. ഖരം ദ്രാവകമായി മാറുന്ന താപനിലയെ ദ്രവണാങ്കമെന്നും ദ്രാവകം തിളച്ച് വാതകമായി മാറുന്ന താപനിലയെ തിളനിലയെന്നും പറയുന്നു. എന്താ പറയുന്നത്? ഖരം ദ്രാവകമായി മാറുന്നത് ദ്രവണാങ്കം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ്. ദ്രാവകം വാതകമായി മാറുന്നതിനെ തിളനില എന്ന് പറയുന്നു.
മാറിപ്പോരുത് കേട്ടോ. ഏതൊക്കെയാണ്? ഖരം ദ്രാവകമായി മാറുന്നത് ദ്രവണാങ്കം, ദ്രാവകം വാതകമായിട്ട് മാറുന്ന താപനിലയെ തിളനില എന്നുമാണ് പറയുന്നത്. അപ്പം ഇത്രയും എന്തൊക്കെ പഠിച്ചു എന്ന് നോക്കി. എന്തൊക്കെയാണ് പൊതുവായിട്ട് ഭൗതിക ഗുണങ്ങൾ, ലോഹത്തിൻ്റെ ഭൗതിക ഗുണത്തിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉയർന്ന താപചാലകത, ഉയർന്ന വൈദ്യുത ചാലകത, മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, ഉയർന്ന സാന്ദ്രത, സൊണോറിറ്റി, അല്ലേ? സൊണോറിറ്റി സൗണ്ട് കണക്ട് ചെയ്ത് പഠിക്കാമല്ലോ. പിന്നെ ഉയർന്ന ദ്രവണാങ്കം. മാലിയബിലിറ്റി എന്ന് പറയുമ്പോൾ സ്വർണ്ണം ഓർക്കുക, സ്വർണ്ണമാണ് മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം. ഡക്റ്റിലിറ്റി എന്ന് പറയുമ്പോൾ പ്ലാറ്റിനം ഓർക്കുക കേട്ടോ. കമ്പികളാക്കാൻ പറ്റുന്നതാണ് ഡക്റ്റിലിറ്റി. മാലിയബിലിറ്റി എന്ന് പറയുന്നത് തകിടുകളാക്കി മാറ്റാൻ പറ്റുന്നത്. സ്വർണത്തിൻ്റെ തകിടൊക്കെ ഉണ്ടല്ലോ, അത് മാലിയബിലിറ്റി. ഓക്കെ, കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ പറ്റുന്നത് ഡക്റ്റിലിറ്റി. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? അത് പ്ലാറ്റിനമാണ്. ഇനി നോക്കിയേ, ഇവിടെ ഒരു ബോക്സ്. ഉപയോഗം, സവിശേഷത. വൈദ്യുത കമ്പികൾ നിർമ്മിക്കുന്നതിന്, അതാണ് ഉപയോഗം. എന്തുകൊണ്ടാണ് വൈദ്യുത കമ്പികൾ നിർമ്മിക്കുന്നതിന്? ഡക്റ്റിലിറ്റി ഉണ്ടല്ലേ, അതായത് വലിച്ചു നീട്ടാൻ പറ്റും, കമ്പികളാക്കാൻ പറ്റും, കനം കുറഞ്ഞ കമ്പികളാക്കാൻ പറ്റും. പിന്നെയോ വൈദ്യുത ചാലകതയും ഉണ്ട്, അതാണ് ഇവിടെ സവിശേഷതയിൽ വരുന്നത്. ആഹാര വസ്തുക്കൾ പൊതിയുന്ന അലൂമിനിയം ഫോയിൽ നിർമ്മിക്കുന്നതിന് നേർത്ത തകിടുകളാക്കാൻ സാധിക്കും. പാത്രങ്ങൾ നിർമ്മിക്കുന്നതിനോ എന്തുകൊണ്ടാണ്? തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ളത് കൊണ്ടാണല്ലേ. പിന്നെ കൃഷി ആയുധങ്ങൾക്ക് ആവശ്യം എന്താ? ഹാർഡ്നെസ് ആണ്, നല്ല കട്ടി വേണം. പിന്നെ മണികളിനോ? സൊണോറിറ്റി. ആ ഒരു സവിശേഷത കാരണമാണ് മണികൾ, ആരാധനാലയങ്ങളിലെ മണികൾ നിർമ്മിക്കുന്നത്. അപ്പം നമ്മൾ പൊതുവായിട്ടുള്ള ഭൗതിക സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. നിങ്ങൾ ജസ്റ്റ് ആ ഒരു എന്തൊക്കെയാണ്? ആ മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, പിന്നെന്താണ്? താപചാലകങ്ങളാണ് അല്ലേ, അങ്ങനെയുള്ള കാര്യം. വൈദ്യുത ചാലകതയുണ്ട്, സൊണോറിറ്റി. ആ കാര്യങ്ങൾ ഇങ്ങനെ താഴെ ജസ്റ്റ് എന്തൊക്കെയാണ് ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ എന്നൊന്ന് എഴുതി വയ്ക്കുക കേട്ടോ. ഇനി ലോഹങ്ങൾക്ക് പൊതുവായി ചില ഭൗതിക ഗുണങ്ങളുണ്ടല്ലോ. രാസഗുണങ്ങളിൽ ഇവ സാദൃശ്യം കാണിക്കുന്നുണ്ടോ? നോക്കിയേ, വീടിന് പുറത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഇരുമ്പ് വസ്തുക്കൾ കാലക്രമേണ തുരുമ്പെടുത്ത് നശിക്കുന്നു. ആഭരണങ്ങൾ നിർമ്മിക്കാൻ സ്വർണം, വെള്ളി, പ്ലാറ്റിനം എന്നിവയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അലൂമിനിയം പാത്രത്തിൽ മോര് സൂക്ഷിക്കാറില്ല. ചെമ്പു പാത്രങ്ങൾ ക്ലാവ് പിടിക്കുന്നു. ഇതൊക്കെ എന്താണ്? രാസഗുണങ്ങൾ അല്ലെങ്കിൽ രാസമാറ്റങ്ങളിൽ വരുന്നതാണ് എന്നാണ് പറയുന്നത് അല്ലേ. ഇരുമ്പ് വസ്തുക്കൾ എന്തെടുക്കുന്നു? തുരുമ്പെടുക്കുന്നു അല്ലേ, തുരുമ്പെടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് തുരുമ്പെടുക്കുന്നത്? അത് ഓക്സിജനും മോയ്സ്ചറുമായിട്ടുള്ള റിയാക്ഷൻ കാരണമാണ് തുരുമ്പെടുക്കുന്നത്. നമുക്ക് നോക്കാം. നമ്മൾ റിയാക്ഷൻസ് രാസമാറ്റത്തിലുള്ള 3 അതായത് എയർ ആയിട്ടുള്ളത്, അതാണ് അന്തരീക്ഷ വായുവുമായുള്ള പ്രവർത്തനം. നമുക്കത് ആദ്യം നോക്കാം. എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ലോഹങ്ങൾ അന്തരീക്ഷ വായുവുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. ഇതിൻ്റെ ഫലമായി ലോഹപ്രതലത്തിന് തിളക്കം നഷ്ടപ്പെടുന്നു. എന്താ ഉണ്ടാവുന്നത്? ആ തിളക്കം നഷ്ടപ്പെടുന്നു. അപ്പം ഇവിടെ വരുന്ന ഒരു മാറ്റം അന്തരീക്ഷ വായുവുമായിട്ട്, അതായത് എയറുമായിട്ടുള്ള ആ ഒരു പ്രവർത്തനത്തിൽ വരുന്ന മാറ്റമാണ് ഈ പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു. നോക്കിയേ, ഒരു കഷ്ണം സോഡിയം കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കുക. പുതിയതായി രൂപം കൊണ്ട പ്രതലത്തിൽ ലോഹദിതി നിരീക്ഷിക്കൂ. അല്ലേ, നല്ല ലോഹദിതി ഉണ്ടാവും. നമ്മൾ ആദ്യമേ പറഞ്ഞു, ലോഹദിതി എന്ന് വെച്ചാൽ എന്താണ്? തിളക്കം. പുതിയതായി രൂപം കൊള്ളുന്ന പ്രതലത്തിൽ ഉണ്ടാകുന്ന തിളക്കം അല്ലേ. എന്നിട്ട് നമ്മൾ അങ്ങനെ മുറിച്ച് ആ കഷ്ണം ഒന്ന് കുറച്ചു നേരം വായുവിൽ തുറന്നു വയ്ക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ആ വായുവായിട്ടുള്ള റിയാക്ഷൻ കാരണം അന്തരീക്ഷവുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ അവിടെ അതിൻ്റെ തിളക്കം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ലോഹങ്ങൾ വായുവുമായുള്ള പ്രവർത്തനത്തിൽ സംഭവിക്കുന്നത്. ഇനി ഇവിടെ ലോഹസങ്കരങ്ങൾ എന്താണെന്നൊരു ബോക്സ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് നോക്കാം. 2 അതിലധികമോ ലോഹങ്ങളുടെ ഏകാത്മക ഖരലായിനികളാണ് ലോഹസങ്കരങ്ങൾ. 2 അതിലധികമോ ലോഹങ്ങളുടെ ഏകാത്മക ഖരലായിനികളാണ് ലോഹസങ്കരങ്ങൾ. ലോഹങ്ങളെ അപേക്ഷിച്ച് മികച്ച ബലവും ലോഹനാശനത്തെ ചെറുക്കുവാനുള്ള കഴിവും ഇവയ്ക്കുണ്ട്. എന്തൊക്കെയുണ്ട്? ലോഹനാശനം പെട്ടെന്ന് നശിക്കാതിരിക്കാനുള്ള ആ ഒരു കഴിവുണ്ട്. പിന്നെ ബലമുണ്ട്. എന്തിന്? ഈ ലോഹസങ്കരങ്ങൾക്ക്. 90% ലോഹങ്ങളും ലോഹസങ്കരങ്ങളാണ് ഉപയോഗിക്കുന്നത്. മെച്ചപ്പെട്ട സവിശേഷതയുള്ള വലിയൊരു വിഭാഗം നിർമ്മാണ സാമഗ്രികളെ ലോഹസങ്കരങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നു. സ്വർണത്തിൻ്റെയും കോപ്പറിൻ്റെയും ലോഹസങ്കരമാണ് ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. നോക്കിയേ, ഏതൊക്കെയാണ് ലോഹസങ്കരത്തിൽ വരുന്നത്? ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രാസ്, പിച്ചള
എന്താണ് ബ്രാസും ബ്രോൺസും മാറിപ്പോരുത്. ബ്രാസിൽ എന്താണ് കോപ്പറും സിങ്കുമാണ്, ബ്രോൺസിൽ കോപ്പറും ടിന്നുമാണ്. ബ്രോൺസ് എനിക്ക് കുറേ ബ്രോൺസ് മെഡൽ കിട്ടിയപ്പോൾ ഞാൻ ഏതിലാണ് ഇട്ട് വെച്ചത്? ടിന്നിലാണ് ഇട്ട് വെച്ചത്. അപ്പോൾ കോപ്പർ എന്നുള്ളത് ബ്രാസിലും ബ്രോൺസിലും ഉള്ള പ്രധാന ഘടകമാണ്. പിന്നെ ടിൻ എന്നുള്ളത് ഏതാ? ബ്രോൺസ് മെഡൽ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ടിന്നിലാണ് ഇട്ട് വയ്ക്കുന്നതെന്ന് ഓർക്കാം. അപ്പോൾ ബ്രാസിൽ സിങ്ക് ആണ് കേട്ടോ, ബ്രാസ് സിങ്ക്. ബ്രാസ് കോപ്പറും സിങ്കും, ബ്രോൺസ് കോപ്പറും ടിന്നുമാണ്. പിന്നെ നിക്രോം, നിക്രോമിൽ ആ പേരിൽ നിന്ന് തന്നെ കിട്ടും അല്ലേ, നിക്കൽ ക്രോമിയം അയൺ. നിക്രോം നിക്കൽ ക്രോമിയം അയൺ. അൽനിക്കോ, അൽനിക്കോയും പേരൊന്നും കിട്ടൂലേ? അൽനിക്കോ അയേൺ ഉണ്ട് കേട്ടോ. അലൂമിനിയം നിക്കൽ കൊബാൾട്ട്, അലൂമിനിയം നിക്കൽ കൊബാൾട്ട്. പിന്നെ അയൺ, അയണും കൂടി ഓർത്തു വയ്ക്കുക, ഇരുമ്പ്. അതാണ് അൽനിക്കോ. അപ്പോൾ ലോഹസങ്കരം ഏതൊക്കെയാണ്, അതിലെ ഘടകലോഹങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കണം. ചില ലോഹസങ്കരങ്ങളിൽ, ഉദാഹരണം സ്റ്റെയിൻലെസ് സ്റ്റീൽ, വളരെ ചെറിയ അളവിൽ കാർബൺ, സിലിക്കൺ പോലുള്ള അലോഹ മൂലകങ്ങളും ചേർക്കാറുണ്ട്. അപ്പോൾ ചില ലോഹസങ്കരങ്ങളിൽ അലോഹ മൂലകങ്ങളും ചേർക്കാറുണ്ട്. അപ്പോൾ ലോഹസങ്കരം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ലോഹസങ്കരം യൂസ് ചെയ്യുന്നത്? നാശനം, ലോഹത്തിൻ്റെ നാശനം ഉണ്ടാവാതിരിക്കാനും പിന്നെ കുറച്ചുകൂടി ബലമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത്. ഇനി ലോഹങ്ങളുടെ ജലവുമായുള്ള പ്രവർത്തനം എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, 2 ബീക്കറുകളിൽ 1/4 ഭാഗം വീതം ജലമെടുക്കുക. ആദ്യത്തേതിൽ ഒരു ചെറിയ കഷണം സോഡിയം ലോഹവും രണ്ടാമത്തേതിൽ കോപ്പറും ഇടുക. അപ്പോൾ നമ്മൾ 2 ബീക്കർ എടുത്തു, ഒന്നിൽ സോഡിയം ഇട്ടു, രണ്ടാമത്തേൽ കോപ്പർ ഇട്ടു. കോപ്പർ ഇട്ടാൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല. കോപ്പർ വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ ഒന്നും സംഭവിച്ചില്ല. പക്ഷെ സോഡിയം ഇട്ടപ്പോൾ എന്ത് സംഭവിച്ചു അല്ലേ? അതാണ് നമ്മളിവിടെ നോക്കുന്നത്. നോക്കിയേ, സോഡിയം പ്ലസ് ജലം എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനും ഉണ്ടായി. സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനും ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചില ലോഹങ്ങൾ അനുകൂല സാഹചര്യങ്ങളിൽ ജലവുമായി പ്രവർത്തിച്ച് എന്തുണ്ടാകുന്നു? ഹൈഡ്രജൻ വാതകം പുറത്തേക്ക് വിടുന്നു. പൊട്ടാസ്യം, കാൽസ്യം എന്നിവയും തണുത്ത ജലവുമായി പ്രവർത്തിക്കുന്നതാണ്. പൊട്ടാസ്യം, കാൽസ്യം എന്നിവ തണുത്ത ജലവുമായിട്ട് പ്രവർത്തിക്കുന്നതാണ് കേട്ടോ. പൊട്ടാസ്യം, കാൽസ്യം എന്നിവയും തണുത്ത ജലവുമായി പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോൾ ചൂടുവെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുന്ന മഗ്നീഷ്യമാണ്, ഒന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. മഗ്നീഷ്യം ചൂടുവെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ് മഗ്നീഷ്യം. ഇനി ലോഹങ്ങളുടെ ആസിഡുമായുള്ള പ്രവർത്തനം. അപ്പം ഇതിൽ ഏതൊക്കെയാണ് പഠിച്ചത്? ബൈ എയർ, എയറുമായിട്ടുള്ള പ്രവർത്തനം, അന്തരീക്ഷവുമായിട്ടുള്ള പ്രവർത്തനം, പിന്നെ വാട്ടർ ആയിട്ടുള്ള റിയാക്ഷൻ, പിന്നെ നമ്മൾ നോക്കാൻ പോകുന്ന ആസിഡുമായിട്ടുള്ള പ്രവർത്തനമാണ്. നോക്കാം എന്താണ് ഇവിടെ പറയുന്നത്. സിങ്ക് ലോഹവും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായുള്ള പ്രവർത്തനം നമ്മൾ നേരത്തെ ചെയ്തതാണ്. സിങ്ക് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലേ? ഓക്കെ, സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ത് നമുക്ക് കിട്ടി? സിങ്ക് ക്ലോറൈഡും അതോടൊപ്പം തന്നെ ഹൈഡ്രജനുമാണ് ലഭിച്ചത്. അലൂമിനിയം, സിങ്ക്, മഗ്നീഷ്യം, അയൺ മുതലായ ലോഹങ്ങൾ ആസിഡുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ലോഹ ലവണ സംയുക്തവും ഉണ്ടാകുന്നു. എന്തൊക്കെ ഉണ്ടായത്? സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജനും ഉണ്ടാകുന്നുണ്ട്, അതോടൊപ്പം തന്നെ ക്ലോറൈഡ്, സിങ്ക് ക്ലോറൈഡ് ഉണ്ടായി. അതുപോലെ തന്നെയാണ് അലൂമിനിയം, മഗ്നീഷ്യം, അയൺ മുതലായവ പ്രവർത്തിക്കുമ്പോഴും ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. ഇതോടൊപ്പം തന്നെ ഒരു ലോഹ ലവണ സംയുക്തവും ഉണ്ടാകുന്നു. ഇനി നാരങ്ങ മുറിക്കാൻ ഇരുമ്പ് കത്തിയേക്കാൾ നല്ലത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കത്തിയാണ് അല്ലേ? പിന്നെയോ അലൂമിനിയം പാത്രത്തിൽ മോര് സൂക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അലൂമിനിയം മോരെന്ന് പറയുന്ന ലാക്റ്റിക് ആസിഡ് ആണ് അല്ലേ? അത് തമ്മിലുള്ള ആ റിയാക്ഷൻ കാരണമാണ് അങ്ങനെ പറയുന്നത്. പിന്നെ നാരങ്ങ മുറിക്കാൻ വേണ്ടി ഏത് ഉപയോഗിക്കാൻ പാടില്ല? ഇരുമ്പ് ഉപയോഗിക്കാനും പാടില്ല. നാരങ്ങയിൽ സിട്രിക് ആസിഡ് ഉണ്ട്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇനി ഇവിടെ ഒരു ബോക്സ് ഉണ്ടല്ലോ, എന്താണ് ഈ ബോക്സിൽ? ലോഹങ്ങൾ എവിടെ നിന്ന്? ലോഹങ്ങൾ നിർമ്മിക്കുന്നത് ലോഹാംശം അടങ്ങിയ പ്രകൃതിജന്യ വസ്തുക്കളിൽ നിന്നാണ്. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ഇത്തരം വസ്തുക്കളെ ധാതുക്കൾ അഥവാ മിനറൽസ് എന്ന് വിളിക്കുന്നു. ഇവയിൽ നിന്ന് രാസപ്രക്രിയ വഴിയാണ് ലോഹങ്ങൾ വേർതിരിച്ചെടുക്കുന്നത്. സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്ന ഒരു ലോഹമാണ് ഏത്? സ്വർണം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് അലൂമിനിയം. ഇരുമ്പ്, കാൽഷ്യം മുതലായവ ഏറ്റവും അടുത്ത സ്ഥാനങ്ങളിലും വരുന്നു. അറിഞ്ഞിരുന്നാൽ മതി. ഏറ്റവും സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്നതിൽ സ്വർണമാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം അലൂമിനിയമാണ്. ഇനി ലോഹങ്ങൾ മനുഷ്യ ശരീരത്തിലുമുണ്ട് അല്ലേ? എന്തൊക്കെയാണ്?
ചെറിയ അളവിലാണെങ്കിലും ചില ലോഹധാതുക്കളുടെ സാന്നിധ്യം ശാരീരിക പ്രവർത്തനങ്ങൾക്കും ആരോഗ്യത്തിനും പോഷണത്തിനും അത്യന്താപേക്ഷിതമാണ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഹീമോഗ്ലോബിനിൽ എന്തടങ്ങിയിരിക്കുന്നു? ഇരുമ്പ് അടങ്ങിയിരിക്കുന്നു. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് കാൽസ്യം ആവശ്യമാണ്. കോശങ്ങളുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലവണങ്ങൾ ആവശ്യമാണ്. വളരെ നേരിയ തോതിലാണെങ്കിലും സിങ്ക്, കോപ്പർ, സെലീനിയം മുതലായവയും ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. അപ്പം നമ്മുടെ മനുഷ്യ ശരീരത്തിലും ഏതുണ്ട്? ലോഹങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ലാസ്റ്റായി ഏതാണ്? ലോഹനാശനം അഥവാ കൊറോഷൻ ഓഫ് മെറ്റൽസ് ആണ് പഠിക്കാനുള്ളത്. എന്താ ലോഹനാശനം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഇരുമ്പ് കുറേ കാലം ഇരുമ്പ് ഇപ്പോൾ ഇരുമ്പ് ജനാല അതൊക്കെ എന്തായി മാറും? അപ്പോൾ പെയിൻ്റ് ഒന്നും അടിച്ചിട്ടില്ലെങ്കിൽ അത് കുറേ നാൾ കഴിയുമ്പോൾ തുരുമ്പ് പിടിക്കും അല്ലേ? അതിനെയാണ് നമ്മൾ ലോഹനാശനം അഥവാ കൊറോഷൻ ഓഫ് മെറ്റൽസ് എന്നതുകൊണ്ട് പറയുന്നത്. ഇരുമ്പും മറ്റു പല ലോഹങ്ങളും അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് എന്തായി മാറും? പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രക്രിയയാണ് ലോഹനാശനം എന്ന് പറയുന്നത്. ലോഹനാശനം എന്ന് പറയുന്നത് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഈ പിക്ചർ കൊടുത്തിരിക്കുന്ന കണ്ടോ, ഇരുമ്പ് എന്തായി മാറുന്നു? തുരുമ്പായി മാറുന്നത്. ഇനി നോക്കിയേ, ലോഹനാശനം എങ്ങനെ കണ്ടുപിടിക്കാം? അതിന് വേണ്ടിയിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണ്. 4 ടെസ്റ്റ് ട്യൂബുകളുണ്ട്. ഓരോന്നിലും നമ്മൾ ഇരുമ്പാണ് ഇട്ടേക്കാണ് കേട്ടോ. 4 ടെസ്റ്റ് ട്യൂബിലും നമ്മൾ ഇരുമ്പാണ് ഇട്ട് വെച്ചിരിക്കുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ നനഞ്ഞ പഞ്ഞി ഇട്ടിട്ടുണ്ട്, എന്നിട്ട് അത് തുറന്നു വെച്ചേക്കാണ്. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ നീറ്റുകക്കയാണ് കേട്ടോ, നീറ്റുകക്ക ഇട്ടിട്ട് അടച്ചാണ് സൂക്ഷിക്കുന്നത്. മൂന്നാമത്തതിൽ നമ്മൾ പകുതിയോളം, അതായത് ഇരുമ്പാണി പകുതിയോളം മുങ്ങിക്കിടക്കത്ത വിധം സോഡിയം ക്ലോറൈഡ് ഉപ്പ് ലായനിയാണ് ഇട്ടിട്ടുള്ളത്. നാലാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ഇരുമ്പാണി പകുതിയോളം മുങ്ങിക്കിടക്കത്ത വിധം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ വിനാഗിരിയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ വച്ചിട്ട് ഒരാഴ്ചയോളം ഈ ടെസ്റ്റ് ട്യൂബ് സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇരുമ്പാണിക്കുണ്ടായ മാറ്റം എന്താണ് എന്നാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. എന്തായിരിക്കും മാറ്റം ഉണ്ടാവുക? എല്ലാത്തിലും തുരുമ്പ് പിടിച്ചിട്ടുണ്ടാവോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, ഏതൊക്കെ ടെസ്റ്റ് ട്യൂബിലെ ആണികളാണ് തുരുമ്പിച്ചത്? ഏറ്റവും അധികം തുരുമ്പുണ്ടായത് ഏതൊക്കെ ടെസ്റ്റ് ട്യൂബുകളിലാണ്? അന്തരീക്ഷ വായുവിൽ തുറന്നു വച്ചിരിക്കുന്ന ഇരുമ്പ് വസ്തു തുരുമ്പിക്കുന്നതിന് പ്രേരകമായ ഘടകങ്ങൾ ഏതൊക്കെയാണ് അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം തുരുമ്പിക്കാത്തത് ഏതാണ്? ഈ രണ്ടാമത്തെ അല്ലേ, നമ്മൾ നീറ്റുകക്ക ഇട്ട് അടച്ച് സൂക്ഷിച്ച നീറ്റുകക്ക എന്ന് പറയുമ്പോൾ ഈർപ്പം ആഗിരണം ചെയ്യാനുള്ള കഴിവുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മളത് അടച്ചു വെക്കുകയാണ് ചെയ്തത് അല്ലേ? അന്തരീക്ഷ വായുവായിട്ടുള്ളൊരു ബന്ധം നമ്മൾ വിച്ഛേദിക്കാൻ വേണ്ടി അത് അടച്ചു വെച്ചു. അപ്പം അതുകൊണ്ട് ഈ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിന് എന്ത് സംഭവിക്കില്ല? തുരുമ്പിക്കില്ല അല്ലേ? തുരുമ്പിക്കില്ല. 3ഉം 4ഉം ഇവിടെ സോൾട്ടും വിനാഗിരിയുമാണ്, അത് ശരിക്കും തുരുമ്പിക്കും. നോക്കിയേ, അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ, ജലാംശം എന്നിവയുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇരുമ്പ് തുരുമ്പിക്കുന്നത്. അന്തരീക്ഷ വായുവിലെ ഓക്സിജനും ജലാംശവുമായിട്ട് ഇരുമ്പ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? തുരുമ്പിക്കുന്നത്. ഇരുമ്പും മറ്റു പല ലോഹങ്ങളും അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് പുതിയ പദാർത്ഥങ്ങളായി മാറുന്നു. അതിനെയാണ് നമ്മൾ ലോഹനാശനം, കൊറോഷൻ അല്ലേ? ലോഹനാശനം, കൊറോഷൻ ഓഫ് മെറ്റൽസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്? എന്തൊക്കെയാണ് ഫിസിക്കലായിട്ടുള്ള, ഇപ്പോൾ മാലിയബിലിറ്റി എന്താണ്, ഡക്റ്റിലിറ്റി എന്താണ് അല്ലെ, അങ്ങനെയുള്ള ലോഹദ്യുതി എന്താണ്, താപചാലകം, വൈദ്യുത ചാലകത, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണം. പിന്നെ ലോഹസങ്കരങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? ബ്രാസ്, ബ്രോൺസ്. ബ്രാസ് എന്ന് പറയുമ്പോൾ അവിടെ കോപ്പറും സിങ്കുമാണ്. സിങ്ക് ഈ കൈ കഴുകുന്ന സിങ്കിൽ, പാത്രമൊക്കെ കഴുകുന്ന സിങ്ക്, അത് ഓർത്താൽ മതി. അപ്പോൾ കോപ്പർ എന്നുള്ളത് നമുക്കറിയാമല്ലോ, കോപ്പറിൻ്റെ കൂടെ അങ്ങനത്തെ സിങ്ക്, നമ്മുടെ വീട്ടിലുള്ള സിങ്ക് എന്തിൻ്റെയാണ്? ബ്രാസിൻ്റെയാണ് കേട്ടോ, പിച്ചളയുടെ സിങ്കാണ്. ബ്രോൺസ് എന്ന് പറയുന്നത് കോപ്പറിൻ്റെ കൂടെ ടിൻ ഓർക്കുക, നമുക്ക് കിട്ടിയ ബ്രോൺസ് മെഡലൊക്കെ നമ്മൾ ടിന്നിലാണ് ഇട്ട് വെച്ചത്. പിന്നെ നിക്രോം ഉണ്ടായിരുന്നു, അൽനിക്കോയ് ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ ലോഹനാശനം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങളുള്ളൂ, സിമ്പിളാണ്, ഒരു കുഞ്ഞു ചാപ്റ്ററാണ്, പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ നന്നായി പഠിക്കുക എല്ലാവരും. പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ ക്ലാസ് കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ കൂടാത്തവർ, അതായത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇറ്റ്സ് മീ ആതിര, സൈനിങ് ഓഫ്.